ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കോഡ് കോഡേഴ്സ് മലയാളം യൂട്യൂബ് ചാനൽ. നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ ഡിസ്കസ് ചെയ്തത് HTML ടെക്സ്റ്റ് ഫോർമാറ്റിംഗ് എലമെൻറ്റ്സ് ആയിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് കുറച്ച് നമ്മൾ കാര്യങ്ങളൊക്കെ പഠിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് HTML കൊട്ടേഷൻ ആൻഡ് സൈറ്റേഷൻ എലമെൻറ്റ്സ്. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെയൊക്കെയാണ് ഏതൊക്കെയാണ് എന്നുള്ളതൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, കോഡിൽ ചെയ്ത് നോക്കും. അതുപോലെ തന്നെ ബ്രൗസറിൽ നമുക്ക് കാണാം, കഴിഞ്ഞ വീഡിയോസിൽ കണ്ട പോലെ തന്നെ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വരുന്നത് ഏതൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ബ്ലോക്ക് കോട്ട്, അതുപോലെ തന്നെ ക്യൂ ടാഗ്, നെക്സ്റ്റ് ABBR, അഡ്രസ്സ്, സൈറ്റ്, വീഡിയോ. ഓക്കെ, ഇപ്പോൾ ഇതൊക്കെ എന്താണെന്ന് പറഞ്ഞുതരാം. അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, പ്രോഗ്രാമിൽ ചെയ്യാം. ഓക്കെ, അപ്പോൾ VS കോഡിൽ നമ്മൾ കഴിഞ്ഞ് ചെയ്തതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം. ഓക്കെ, ഇവിടെ നമുക്ക് ഫസ്റ്റ് എന്ത് ചെയ്യാം, ബ്ലോക്ക് കോട്ട് എങ്ങനെയാണ് കൊടുക്കുന്നത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യാം, ഒരു P ടാഗിൽ ഒരു P ടാഗ് കൊടുക്കാം. ഈ ഒരു P ടാഗിനകത്ത് ഞാൻ എന്ത് ചെയ്യാം, ഹിയർ ഈസ് എ കോട്ട്. കോട്ട് ഫ്രം ലോറം ഇപ്സം എന്ന് കൊടുക്കുന്നുണ്ട്. ലോറം ഇപ്സം എന്ന് പറഞ്ഞ് കൊടുക്കുന്നത് കാരണം ഇപ്പോൾ നമുക്ക് ഡമ്മി കണ്ടൻസ് ഒക്കെ കൊടുക്കാനുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഗൂഗിളിൽ ലോറം ഇപ്സം എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. ഓക്കെ, ഇവിടെ ഞാൻ BR കൊടുക്കാം. ഞാൻ എന്ത് ചെയ്യാണ്, ഗൂഗിളിൽ സെർച്ച് ചെയ്യാണ്, ലോറം ഇപ്സം എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും. ഓക്കെ, ഞാനിവിടെ ലോറം ഇപ്സം എന്ന് സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഡമ്മി കണ്ടൻസ് കിട്ടും. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അതിനകത്തുനിന്ന് ഡമ്മി ആയിട്ടുള്ള കണ്ടൻസ് എടുക്കാം. ഓക്കെ, ഞാനിത് ജസ്റ്റ് എന്ത് ചെയ്യുക, കോപ്പി ചെയ്യുക. ഇനി നമ്മുടെ വരുന്ന ബ്ലോക്ക് കോട്ടിനകത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതെങ്ങനെയാണ് കാണിക്കുന്നതെന്ന് വെച്ചാൽ, അപ്പോൾ നമ്മൾ ഇവിടെ P ടാഗ് കൊടുത്തിട്ടുണ്ട്, നമ്മൾ റീഫ്രഷ് ചെയ്ത് ഓക്കെ ഹിയർ ഈസ് എ കോഡ് ഫ്രം ലോറം ഇപ്സം എന്ന് കൊടുത്ത്. അപ്പോൾ ഇതിനകത്ത് ഇനി താഴെ എങ്ങനെയാണ് ഒരു ബ്ലോക്കായിട്ട് ആ ഒരു കണ്ടൻസ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബ്ലോക്ക് കോട്ട് യൂസ് ചെയ്യുന്നത്. സോറി, ഇതിനകത്ത് ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ബ്ലോക്ക് കോട്ട് എന്ന് പറഞ്ഞ് കൊടുക്കാം. ഓക്കെ, ഇവിടെ ഞാൻ ഇതിനകത്ത് ഇത് എൻ്റർ ചെയ്യാം. ഇതിനകത്ത് നമുക്ക് വേറൊരു കാര്യം കൂടി, സൈറ്റ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ അത് നമുക്കിപ്പോൾ ആവശ്യമില്ല. സൈറ്റിനകത്ത് നമുക്ക് എന്ത് ചെയ്യാം, ലിങ്ക്സ് കൊടുക്കാം. ഓക്കെ, സൈറ്റ് എന്ന് പറയുന്നത് പ്രോപ്പർട്ടി ഉണ്ട്, അതിനകത്ത് നമുക്ക് എന്ത് ചെയ്യാം, HTTPS എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ലിങ്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇതെങ്ങനെയാണ് വന്നിട്ടുള്ളതെന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ഇപ്പോൾ ഇതുപോലെയാണ് ലോറം ഇപ്സം. നമുക്ക് BR ടാഗിന് ആവശ്യമില്ല. BR ടാഗ് ജസ്റ്റ് എന്ത് ചെയ്യുക, നമുക്കൊന്ന് റിമൂവ് ചെയ്ത് നോക്കാം. ഓക്കെ, BR ടാഗിൻ്റെ ആവശ്യമില്ല. ഇപ്പോൾ കറക്റ്റായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇത് നിൽക്കുന്നുണ്ട് ഒരു കോട്ട് പോലെ. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വരുന്ന ടാഗ് നോക്കുക, നമുക്ക് ക്യൂ എന്ന് പറയുന്ന ടാഗാണ്. ഓക്കെ, ഈ ക്യൂ എന്ന് പറയുന്ന ടാഗ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും അത് കാണിക്കുന്നതെന്ന് നോക്കാം. നമുക്ക് ക്യൂ എന്ന് പറയുമ്പോൾ കൊട്ടേഷൻ, അതായത് ഇപ്പോൾ നമ്മൾ നെയിമോ എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ രണ്ട് സൈഡിലും ഡബിൾ കൊട്ടേഷനകത്ത് അത് കൊടുക്കാൻ വേണ്ടിയിട്ട് നോർമലി നമുക്ക് കീബോർഡിനകത്ത് തന്നെ ഓപ്ഷൻ ഉണ്ട്. ബട്ട് ക്യൂ എന്ന് പറയുന്ന ടാഗിനകത്ത് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ കിട്ടും. ഓക്കെ, അപ്പം അതിനകത്ത് ഞാനിവിടെ ക്യൂ എന്ന് പറയുന്നത് ജസ്റ്റ് വേണമെങ്കിൽ നമുക്ക് താഴെ നെക്സ്റ്റ് ന്യൂ ലൈനിലോട്ട് കൊടുക്കാം. BR എന്ന് കൊടുത്തിട്ട് ക്യൂ എന്ന് പറയുന്ന ടാഗ് ഇട്ടും. ഓക്കെ, ഈ ഒരു എലമെൻറ്റിനകത്ത് നമുക്ക് എന്താ കൊടുക്കാം. ഓക്കെ, ഞാൻ എൻ്റെ നെയിം കൊടുക്കുകയാണ്, ഫൈസുർ റഹ്മാൻ. ഓക്കെ, നെക്സ്റ്റ് ഇതെന്ത് ചെയ്യാം, നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. ഇത് താഴെ കാണിക്കുന്ന ടൈമിൽ കണ്ടോ, ഡബിൾ കോഡ്സിനകത്തായിട്ടാണ് ഇത് കാണിക്കുന്നത്. നിങ്ങൾക്കിത് കാണുന്നില്ലേ? ഓക്കെ, അപ്പോൾ ഈ ഒരു രീതിയിൽ കാണിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് കൊടുക്കുന്നത്, നമ്മൾ ക്യൂ എന്ന് പറയുന്ന ടാഗ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നെക്സ്റ്റ് ഇനി വരുന്നത് ABBR എന്ന് പറയുന്ന ടാഗാണ്. അപ്പോൾ ABBR എന്ന് പറയുന്ന ടാഗിനകത്ത് നമ്മൾ എന്താണോ കൊടുക്കുന്നത് അതിനെന്ത് ചെയ്യും, അതിൻ്റെ ഒരു അണ്ടർലൈനിൽ ഡോട്ട്സ് വരുന്ന രീതിയിൽ അണ്ടർലൈൻ കൊടുക്കാൻ പറ്റും നമുക്ക്. നെക്സ്റ്റ് വരുന്നത് നമുക്ക് ABBR എന്ന് കൊടുക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് മുകളിൽ തന്നെ വേണമെങ്കിൽ എന്ത് ചെയ്യുക, ഒരു BR കൊടുത്തു കഴിഞ്ഞാൽ നെക്സ്റ്റ് ലൈനിലായിട്ട് കാണിക്കാം. ഇതിപ്പോൾ ABBR എന്ന് കൊടുത്തു. ഇവിടെ നമുക്ക് വേണമെങ്കിൽ ടൈറ്റിലൊക്കെ കൊടുക്കാം. ഇതിനകത്ത് വേണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യുക, ജസ്റ്റ് ചാനൽ എന്ന് പറഞ്ഞ് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ചാനൽ നെയിം കോഡ് കോഡേഴ്സ് എന്നിവിടെ കൊടുക്കുകയാണ്. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊടുക്കുക. അതിനകത്ത് എന്താണോ ആവശ്യമുള്ളത് ജസ്റ്റ് എന്ത് ചെയ്യുക, ഒന്ന് റീലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ കണ്ടോ, അതിൻ്റെ ഒരു താഴെയായിട്ട് അണ്ടർലൈനിൽ ഡോട്ട്സ് പോലെ എന്ത് ചെയ്തിട്ടുണ്ട്, പ്രിൻ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ കാണിക്കാനാണ് നമ്മുടെ വെബ്സൈറ്റിനകത്ത് എവിടെയെങ്കിലും നമുക്ക് ഇതുപോലെ യൂസ് ചെയ്യണമെങ്കിൽ
നമ്മൾ ABBR എന്ന് പറയുന്ന ടാഗ് യൂസ് ചെയ്താൽ മതി. ഓക്കെ, നെക്സ്റ്റ് വരുന്ന എലമെൻ്റ് ഏതാണ്? HTML അഡ്രസ് എലമെൻറ്റ്. ഓക്കെ, അപ്പോൾ അഡ്രസ് എലമെൻറ്റ് എന്തിനാണ് യൂസ് ചെയ്യുന്നത് നോക്കാം നമുക്ക്. ഇപ്പോൾ നോർമലി നമ്മളിപ്പോൾ ഒരു വെബ്സൈറ്റ്, അതായത് ഇപ്പോൾ ഒരു e-commerce വെബ്സൈറ്റ് ഒക്കെ ആണെങ്കിൽ അതിനകത്ത് നമ്മൾ എന്ത് ചെയ്യും, യൂസേഴ്സിൻ്റെ അഡ്രസ്സൊക്കെ എൻ്റർ ചെയ്യുന്ന ഒരു പാർട്ട് ഉണ്ടാവും. അപ്പോൾ അവിടെ നമ്മൾ അഡ്രസ്സ് കൊടുക്കുന്ന ടൈമിൽ കറക്റ്റ് ഒരു അഡ്രസ്സ്, ഈ ഒരു ഇതെന്ത് ചെയ്യാൻ ഞാൻ ജസ്റ്റ് ക്ലോസ് ചെയ്യാം. ഓക്കെ, അത് ഞാൻ ജസ്റ്റ് ഇപ്പം അതിൽ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഇതാണ്, അപ്പോൾ അത് ജസ്റ്റ് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ഇതിനകത്ത് നോക്കാം. അപ്പോൾ നമുക്ക് അഡ്രസ് ടാഗ് എങ്ങനെയാണ് വരുന്നത് നോക്കാം. ഓക്കെ, ഞാനിവിടെ BR കൊടുത്ത് നെക്സ്റ്റ് നമുക്ക് അഡ്രസ്സ് എന്ന് പറയുന്ന ടാഗ് യൂസ് ചെയ്യാം. ഈ ഒരു എലമെൻറ്റിനകത്ത് ഞാൻ എന്ത് കൊടുക്കുകയാണ്? നെയിം എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്ത് കൊടുത്തേ? ഓക്കെ, ഫൈസു റഹ്മാൻ എന്ന് കൊടുത്ത് നെക്സ്റ്റ് നമുക്ക് എന്താ കൊടുക്കാം? നെക്സ്റ്റ് വേണമെങ്കിൽ നമുക്ക് ഇവിടെ നെക്സ്റ്റ് ലൈനിലോട്ട് വരാൻ ഇതിനകത്ത് തന്നെ ഒരു BR കൊടുക്കാം നമുക്ക്. ഓക്കെ, ഞാൻ ഇത് എന്ത് ചെയ്യാം, ഇപ്പം ഓക്കെ ഇവിടെ ഒരു BR കൊടുത്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് വരുന്നത് എന്താ? ഒരു നമുക്ക് example.com എന്ന് പറഞ്ഞു കൊടുക്കാം. സൈറ്റ് example.com എന്ന് പറഞ്ഞു കൊടുത്തേ. നെക്സ്റ്റ് ഒരു BR കൊടുത്തേ. നെക്സ്റ്റ് വരുന്നത് നമുക്ക് എന്ത് ചെയ്യാം? ഒരു ലൊക്കേഷൻ എന്ന് പറഞ്ഞു കൊടുക്കാം. നമുക്ക് USA എന്ന് പറഞ്ഞു കൊടുക്കാം. വെറുതെ ഡിഫോൾട്ടായിട്ട് നമ്മൾ കൊടുക്കുന്നതാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ കൊടുത്ത് ഞാൻ ഇതിനകത്ത് ഇപ്പോൾ നമുക്ക് വേറെയും ഒരുപാട് കാര്യങ്ങൾ വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് എന്ത് ചെയ്യാം, നമുക്കൊന്ന് നോക്കാം എങ്ങനെയാണ് ഇത് വന്നിട്ടുള്ളതെന്ന് കേട്ടോ. ഇതുപോലെ, അതായത് ഒരു അഡ്രസ്സ് എഴുതുന്ന രൂപത്തിലാണ് ഇത് വന്നിട്ടുള്ളത്. ഇതിന് മുകളിൽ വേണമെങ്കിൽ നമുക്കൊരു BR കൂടി കൊടുത്തു കഴിഞ്ഞാൽ ഒരു കറക്റ്റ് രീതിയിൽ കാണിക്കാം കേട്ടോ. നെയിം, അതുപോലെ സൈറ്റ്, ലൊക്കേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഒരു രീതിയിൽ അഡ്രസ്സ് എങ്ങനെയാണോ എഴുതുന്നത് ആ ഒരു രീതിയിൽ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അഡ്രസ് ടാഗ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് നമുക്ക് എന്താണ്? HTML സൈറ്റ് എന്ന് പറയുന്ന ടാഗ്. ഓക്കെ, ഇപ്പോൾ ഇതിനകത്ത് നമുക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതെങ്ങനെയാണ് കാണിക്കുന്നത് നോക്കാം. ഇപ്പോൾ നമ്മുടെ അടുത്ത് ഒരു ഇമേജ്, ഇപ്പോൾ നോർമലി ഒരു പ്രിൻ്റ് ചെയ്ത് അല്ലെങ്കിൽ ബുക്ക് അതുപോലുള്ള വെബ്സൈറ്റ്, ബുക്ക് അതുപോലെ പോയം, സോങ്, ഇങ്ങനത്തെ കാര്യങ്ങൾ, പെയിൻറ്റിങ്, ഇതൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ അതിൻ്റെ താഴെ നമുക്ക് ഒരു ടൈറ്റിൽ രീതിയിൽ കാണിക്കണമെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ് സൈറ്റ് എന്ന് പറയുന്ന ടാഗ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഇമേജ്, നമ്മുടെ കയ്യിൽ ഓൾറെഡി ഒരു ഇമേജ് ഉണ്ട്. ഇപ്പോൾ HTML ഇപ്പോൾ ഈ ഒരു ഇമേജിൻ്റെ താഴെ നമുക്ക് എന്ത് കൊടുക്കാം? ഒരു ടൈറ്റിൽ പോലെ രീതിയിൽ കൊടുക്കാം. അപ്പോൾ അതെങ്ങനെയാണ് കൊടുക്കുന്നത് നോക്കാം. ഈ ഒരു HTML ഇതിൻ്റെ താഴെ ഞാൻ എന്ത് ചെയ്യുക, ഒരു P ടാഗിൽ സൈറ്റ് എന്ന് പറഞ്ഞ് കൊടുത്ത്. ഓക്കെ, സൈറ്റ് എന്ന് പറയുന്ന എലമെൻറ്റിൽ സ്ക്രീൻ. ഓക്കെ, ഇപ്പോൾ ഇത് എന്താവും, ഒരു സൈറ്റിൽ എങ്ങനെയാണ് വരുന്നതെന്ന് നമുക്ക് കാണാം. ഓക്കെ, സൈറ്റിൻ്റെ ഓപ്പണിങ്ങും അതുപോലെ തന്നെ ക്ലോസും കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ ബൈ എന്ന് പറഞ്ഞിട്ട് ആരാണ്? ഓക്കെ, ഇവിടെ ഞാനൊരു നെയിം കൊടുക്കാം, എഡ്വേർഡ് മെച്ച് എന്ന് പറഞ്ഞു കൊടുക്കാം. ഓക്കെ, നെയിം കൊടുത്തിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഒരു പെയിൻറ്റിൻ്റെ ആണ് നമ്മൾ ഇതെന്ന് ജസ്റ്റ് ഇമാജിൻ ചെയ്യുക. പെയിൻറ്റഡ് ഇൻ 1893 എന്ന് പറഞ്ഞ് ജസ്റ്റ് കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഞാൻ കൊടുത്ത് ഇനി ഇതൊന്ന് ജസ്റ്റ് എന്ത് ചെയ്യാം, നമുക്ക് ഒന്ന് ലോഡ് ചെയ്ത് നോക്കാം. ഓക്കെ, ഈ ഒരു ഇമേജിന് താഴെ ദ സ്ക്രീം. ഓക്കെ, കണ്ടോ ഈ ഒരു ടെക്സ്റ്റ് വന്നിട്ടുള്ളത് കണ്ടോ എങ്ങനെയാണ്? ഇപ്പോൾ ജസ്റ്റ് ഇതിവിടെ നമ്മളൊരു പെയിൻറ്റിങ്ങോ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതുപോലെ ഈ ഒരു രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും, കൊടുക്കുക. അല്ലെങ്കിൽ ബുക്സ് ബുക്കൊക്കെ പബ്ലിഷ് ചെയ്യുന്ന ഒരു വെബ്സൈറ്റിനാണ് നമ്മൾ ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കുന്നതെങ്കിൽ അതിനകത്ത് താഴെ ഇതുപോലെ നെയിമൊക്കെ കൊടുക്കാണ്ടാവും. അപ്പോൾ ആ ഒരു ടൈമിൽ നമുക്ക് ഈ ഒരു ടാഗ് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈ ഡയറക്ഷണൽ ഓവർറൈഡ് എന്നാണ് അതിൻ്റെ കംപ്ലീറ്റ് വരുന്നത്. അപ്പോൾ അതെന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമുക്ക് തിരിച്ച് നേരെ ഫസ്റ്റ് ഇപ്പോൾ നമ്മൾ പ്രിൻ്റ് ചെയ്യുന്ന പോലെയല്ല, അതായത് റൈറ്റ് മുതൽ എങ്ങനെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റിട്ടേൺ ഫ്രം റൈറ്റ് ടു ലെഫ്റ്റ് എഴുതാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, വീഡിയോ. ഓക്കെ, ബൈ ഡയറക്ഷണൽ ഓവർറൈഡ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് വരുന്നത് നോക്കാം നമുക്ക്.
കോഡിനകത്ത് തന്നെ ചെയ്യാം. ഓക്കെ, ഇവിടെ തന്നെ താഴായിട്ട് ചെയ്യാം. ഓക്കെ, ഇവിടെ വീഡിയോ എന്ന് കൊടുക്കുന്നുണ്ട്. ഞാൻ വീഡിയോ എന്ന് കൊടുക്കുമ്പോൾ വീഡിയോക്ക് ഒരു നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, DIR എന്ന് പറഞ്ഞിട്ട് കൊടുക്കാൻ പറ്റും. ഓക്കെ, ഈ DIRനകത്ത് നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ RTL ഓക്കെ ദിസ് ലൈൻ വിൽ ബി റിട്ടേൺ എന്ന് പറഞ്ഞ് നമുക്ക് വേണമെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ നോർമലി വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ജസ്റ്റ് ഒരു വെബ്സൈറ്റ് നമ്മൾ ഡിസൈൻ ചെയ്യുക. അപ്പോൾ അതിനകത്തൊരു ഇമേജ്, ഒരു ആംബുലൻസിൻ്റെ ഇമേജൊക്കെ അതിനകത്ത് ഇപ്പം നേരെ തിരിച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഈ വീഡിയോനകത്ത് എന്ത് കൊടുത്തു കഴിഞ്ഞാലും അതെങ്ങനെ എഴുതുക, ലെഫ്റ്റ് മുതൽ ഓക്കെ റൈറ്റ് ടു ലെഫ്റ്റ് ആണ് ഇത് എഴുതുന്നത്. ജസ്റ്റ് ഞാൻ ഒരു സെൻറ്റൻസ് എഴുതി കാണിച്ചു തരാം. ഓക്കെ, this line will this line will be written from right to left എന്ന് കൊടുക്കാം. ഓക്കെ, ഇങ്ങനെ കൊടുക്കുമ്പോൾ ഇത് എന്ത് ചെയ്യും, നേരെ തിരിച്ചായിരിക്കും എഴുതുന്നത്. ഓക്കെ DIRL വേണമെങ്കിൽ നമുക്ക് RTL എന്ന് പറഞ്ഞു കൊടുക്കാം. ഓക്കെ, ഇത് അതിനകത്ത് തന്നെ ഡിഫോൾട്ടായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്യുക, ഓക്കെ കണ്ടോ, ഈ ഒരു ടെക്സ്റ്റ് എങ്ങനെയാണ് എഴുതിയിട്ടുള്ളത്, നേരെ ദിസ് ലൈൻ വിൽ ബി റിട്ടൺ ഫ്രം റൈറ്റ് ടു ലെഫ്റ്റ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ വേണമെങ്കിൽ ചിലപ്പോൾ ആംബുലൻസ് എന്നൊക്കെ എഴുതി കഴിഞ്ഞാൽ കറക്റ്റ് ഈ ഒരു രീതിയിൽ എങ്ങനെയാണ് നമുക്ക് ഇത് യൂസ് ചെയ്യേണ്ട യൂസ് കേസ് വരുന്ന ടൈമിൽ വേണമെങ്കിൽ മാത്രം യൂസ് ചെയ്താൽ മതി. ഓക്കെ, ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ. ഇത്രയും ടാഗ്സ് ആണ് നമ്മൾ ഇന്ന് നോക്കിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ മനസ്സിലായിട്ടുണ്ട്. ഇതിൻ്റെ യൂസ് കേസ് എവിടെയാണോ വരുന്നത് അതിനനുസരിച്ച് നിങ്ങൾ യൂസ് ചെയ്യുക. അപ്പോൾ ഇത്രയാണ് എന്ത് പറയുന്നത് HTML കൊട്ടേഷൻ ആൻഡ് സൈറ്റേഷൻ എലമെൻറ്റ്സ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്കിത് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നെക്സ്റ്റ് വീഡിയോസിൽ നമുക്ക് എന്താ പഠിക്കുന്നത്, നമ്മൾ HTML കമൻറ്റ്സ്, അതുപോലെ കളേഴ്സ്, ലിങ്ക്സ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നെക്സ്റ്റ് വരുന്ന വീഡിയോസിലായിട്ട് പഠിക്കാം. അപ്പോൾ നിങ്ങൾ മറക്കാതെ വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ നെക്സ്റ്റ് വീഡിയോ നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്തിരിക്കുന്നവരാണെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് തന്നെ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ കഴിയും. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ബൈ. ഹായ് ഫ്രണ്ട്സ്.